അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊഫൈലാണ്. പ്രൊഫൈലില് ഇത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ സൈറ്റ് എടുക്കുകയും പ്രൊഫൈലിന്റെ ഓപ്ഷൻ എടുക്കുകയും മൊബൈൽ ഫോണിലെ ക്യാമറ വഴി നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക. ക്യാപ്ചർ ഇമേജ് ഓഫ് സൊസൈറ്റി എന്ന ഓപ്ഷൻ വഴി ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നു. പിന്നെ സൊസൈറ്റിയുടെ ഡീറ്റെയിൽസ്, സൊസൈറ്റിയുടെ നെയിം, ടൈപ്പ്, നെയിം ആസ് പെർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ നമ്പർ, BMC ഫെസിലിറ്റി അവൈലബിൾ ആണോ, GSTN നമ്പർ, DCS കോഡ് ഓൾറെഡി ഇതിനകത്ത് പ്രീ പോപ്പുലേറ്റ് ചെയ്ത് വരും, മിൽമ സൊസൈറ്റി കോഡ്. അതായത് നമ്മൾ ഈ സൊസൈറ്റി സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് മാത്രമല്ല, സൊസൈറ്റി ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് മിൽമയുടെ ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്, അതായത് ഇൻവെന്ററിയുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും ഇൻവെന്ററിയുടെ ഇൻവോയ്സ് ഡീറ്റെയിൽസും മിൽമയുമായിട്ട് ഒരു ഇന്റഗ്രേഷൻ വഴി എടുക്കാൻ നമുക്ക് ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് മിൽമ സൊസൈറ്റി കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മിൽമ ഓരോ സൊസൈറ്റിയും കോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സൊസൈറ്റിയിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളത്. സൊസൈറ്റിയിലോട്ട് നമ്മൾ ഇംപ്ലിമെന്റേഷൻ പോകുമ്പോൾ, സൊസൈറ്റിയുടെ ബാക്കി മോഡ്യൂൾസ് ഇംപ്ലിമെന്റേഷൻ പോകുമ്പോൾ മിൽമയിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്, ഇൻവെന്ററിയുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം എടുക്കണമെങ്കിൽ, ഇൻവോയ്സ് ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ മിൽമ സൊസൈറ്റി കോഡ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കണം. പിന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസ്, സൊസൈറ്റിയുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, ദേശു, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി, വാർഡ്, ഹൗസ് നമ്പർ, അഡ്രസ്. ഇതൊക്കെ ഒരുവിധം എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സൊസൈറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഈ ഡീറ്റെയിൽസ് ചെയ്യുക. ഡേറ്റ് ഓഫ് സ്റ്റാർട്ട്, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, confirm whether non-APCOs converted into APCOs, date of registration as APCOs, date start as APCOs. അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അത് മാൻഡേറ്ററി ആണ്. പിന്നെ സൊസൈറ്റിയുടെ ബൈലോ, അത് മാൻഡേറ്ററി അല്ല, എന്നാലും സൊസൈറ്റിയുടെ ബൈലോ ഒരു PDF ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, എല്ലാ സൊസൈറ്റിയുടെയും ലാൻഡ് ഫോൺ കോൺടാക്ട് ഡീറ്റെയിലും മൊബൈൽ നമ്പർ ഡീറ്റെയിലും സേവ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയുടെ പ്രൊഫൈല് കംപ്ലീറ്റഡ് ആവും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ സൊസൈറ്റിയുടെ ഇത്രയും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ടാബ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ആണ്. ബാങ്ക് ആക്ച്വലി കഴിഞ്ഞ വർഷം ഈ ഒരു ടാബ് നമുക്കില്ലായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഓരോ ഫോമിലും, ഓരോ ഫോമിലും, അതായത് ബാങ്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിൻലി ഡെപ്പോസിറ്റിലും ക്യാഷ് അറ്റ് ബാങ്കിലും ആണ്. അപ്പം ബാങ്കിന് അവിടെ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തിയേക്കുന്നത്, ബാങ്കിന്റെ പ്രൊഫൈല് നമ്മൾ സ്പെഷ്യലായിട്ട് എൻ്റർ ചെയ്യണം. അതായത് ഈ സൊസൈറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ചിലപ്പോൾ IFSC ഉള്ള ബാങ്ക് ആവാം, അല്ലെങ്കിൽ IFSC ഇല്ലാത്ത ബാങ്ക് ആവാം. അപ്പൊ സൊസൈറ്റിയുടെ എല്ലാ ട്രാൻസാക്ഷൻ നമ്മൾ എടുക്കുമ്പോഴും IFSC ഉള്ള ബാങ്കുമായിട്ടും ഡീലിംഗ് ഉണ്ട്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ഡീലിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് IFSC ഉള്ള ബാങ്കിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നോൺ IFSC എന്ന് സെലക്ട് ചെയ്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഡേറ്റ നമ്മളിവിടെ അവൈലബിൾ ആക്കും. നിങ്ങൾ അത് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മളിവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ സെലക്ട് ചെയ്ത് അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ടൈപ്പും കൊടുത്തു പോവാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക. ഒരു സാമ്പിൾ എടുക്കുകയാണ്. കാനറ ബാങ്കിന്റെ IFSC കോഡ്. കാനറ ബാങ്കിന്റെ IFSC കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി ഈ ഫോംസ് ഫെമിലിയർ ആണ്. ഇങ്ങനെ നമ്മളെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. IFSC ഉള്ള ബാങ്ക് ആണെങ്കിൽ IFSC കോഡ് കൊടുക്കുന്നു. അപ്പോൾ അതിന്റെ ബാങ്ക് നെയിമും ബ്രാഞ്ച് ഡീറ്റെയിൽസും വരുന്നു. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുന്നു. അക്കൗണ്ട് ടൈപ്പ് ഏതാണ്, കറണ്ട് അക്കൗണ്ട് ആണോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണോ എന്ന് സേവ് ചെയ്യുക. അപ്പൊ നമുക്ക് 3 ബാങ്ക് ഡീറ്റെയിൽ ഉണ്ട്. ഇതൊരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേത്, കാനറ ബാങ്കിൻ്റെത്. 3 ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബാങ്ക് പ്രൊഫൈലില് ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അസറ്റ് പർച്ചേസിലോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷമുള്ള ഫോം തന്നെയാണ്. അസറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ എൻട്രി ചെയ്യുക. അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഇവിടെ സെലക്ഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 2022-23 സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത സൊസൈറ്റീസിനായിരിക്കും 23-24 ചെയ്യാൻ എനേബിൾ ചെയ്യുക. ചില സൊസൈറ്റീസ് കഴിഞ്ഞ വർഷം അല്ല സ്റ്റാർട്ട് ഡേറ്റ്, അതായത് അവർ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ, പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് വന്ന സൊസൈറ്റീസ് ആണെങ്കിൽ അവർക്ക് 2023-24 ചെയ്താൽ മതിയാവും. പക്ഷെ പഴയ സൊസൈറ്റീസിനാണെങ്കിൽ 22-23 സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ 23-24 ഫിനാൻഷ്യൽ ഇയർ ഇവിടെ അവൈലബിൾ ആവത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ലൊക്കേഷൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഒരു സൊസൈറ്റി ഹാൻഡിൽ ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് കാണും. കളക്ഷൻ സെന്റേഴ്സ് എന്തായാലും സൊസൈറ്റിക്ക് കാണും. കൺസ്യൂമർ സ്റ്റോഴ്സ്, മാരേജ് ഹോൾ, ഹൈഫർ പാർക്ക്, ഇങ്ങനെ പല യൂണിറ്റ്സ് ഉള്ള സൊസൈറ്റിക്ക് അതിന്റെ ഏത് ലൊക്കേഷനിലെ അസറ്റ് ആണോ നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനു വേണ്ടിയുള്ള ഓപ്ഷനാണിത്. അസറ്റിന്റെ കാറ്റഗറി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാസ്റ്റർ എല്ലാം ക്യാപ്ചർ ചെയ്തതാണ്. അത് ഏതെങ്കിലും ഇവിടെ ആഡ് ചെയ്യുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഡയറക്ടറേറ്റിന് കോൺടാക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും കാറ്റഗറി എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് തരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട കാറ്റഗറി എല്ലാം ഇപ്പോൾ നമുക്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് തന്നെ സെലക്ട് ചെയ്ത്, കാരണം കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഒരുവിധപ്പെട്ട സൊസൈറ്റി യൂസ് ചെയ്യുന്ന എല്ലാ ഡേറ്റയും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് സെലക്ട് ചെയ്തപ്പോൾ അതിന്റെ അസറ്റ്സ് ഏതൊക്കെയാണ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ഡീറ്റെയിൽസ്, ഇത്രയും അസറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി മാസ്റ്റർ എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഈ കാറ്റഗറി ആയാലും നെയിം ആയാലും അസറ്റ് നെയിം ആയാലും ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ടറിനെ കോൺടാക്ട് ചെയ്യുക, അവിടെ നിന്ന് ആഡ് ചെയ്ത് തരുന്നതാണ്. കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് എന്ന കാറ്റഗറിയിൽ അസറ്റ് നെയിം ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഞാൻ എൻട്രി ചെയ്തു. ക്വാണ്ടിറ്റി നമ്പർ 800 ക്വാണ്ടിറ്റി എൻട്രി ചെയ്യണം. യൂണിറ്റ് പ്രൈസ് 8. പർച്ചേസ് റേറ്റ് കൊടുക്കുക. പർച്ചേസ് റേറ്റ് കൊടുക്കുന്നു. സ്റ്റോക്ക് ബുക്കിന്റെ പേജ് നമ്പർ. സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ നോർമലി ഗുഡ് ആണ്. ഇപ്പൊ നമ്മൾ കറണ്ട് പർച്ചേസ് ആണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ ഗുഡ് തന്നെ ആയിരിക്കും. ഡാമേജ്ഡ് കൊടുക്കാൻ കാരണം പഴയ ഡേറ്റയാണ്, പഴയ സ്റ്റോക്ക് ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ. ഇത് കഴിഞ്ഞ വർഷം അത് സിഗ്നിഫിക്കന്റ് ആയിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാ സൊസൈറ്റീസും സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നൊരു സ്റ്റേറ്റസ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇത് ഇവിടെ കൊടുക്കുന്നു. പക്ഷെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാമേജ്ഡ് ആവശ്യമില്ല. കാരണം അസറ്റ് പർച്ചേസ് കറന്റ്ലി ഇപ്പൊ ഇന്നൊരു അസറ്റ് സൊസൈറ്റിയിൽ പർച്ചേസ് ചെയ്താൽ ഇന്ന് തന്നെ നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യുകയാണെങ്കിൽ അത് ഓൾവേസ് ഗുഡ് ആയിരിക്കും, അതിന്റെ സ്റ്റേറ്റസ് ഗുഡ് ആയിരിക്കും. സ്റ്റോക്ക് ബുക്ക് പേജ് നമ്പർ എൻട്രി ചെയ്യുന്നു. അസറ്റിന്റെ പേര് മലയാളത്തിൽ ലോക്കൽ ലാംഗ്വേജിൽ നമുക്ക് എൻട്രി ചെയ്യാം. ബ്രാൻഡ് നെയിം, മോഡൽ, അസറ്റ് നമ്പർ, ഡേറ്റ് ഓഫ് പർച്ചേസ്, വാറണ്ടി ഇൻ ഇയേഴ്സ്, ഡേറ്റ് ഓഫ് എക്സ്പയറി, അസറ്റ് വെൻഡർ നെയിം. ആക്ച്വലി ഇതൊന്നും നമ്മളിപ്പോൾ മാൻഡേറ്ററി ആക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ഫ്യൂച്ചറിൽ അത് മാൻഡേറ്ററി ആക്കും. ഇത്രയും ഡീറ്റെയിൽസ് മാൻഡേറ്ററി ആക്കും. ഇതിപ്പം നമ്മൾ മാൻഡേറ്ററി ആക്കിയിട്ടില്ലെങ്കിലും മാക്സിമം ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എല്ലാവരും ഡേറ്റ് ഓഫ് എക്സ്പയറി ഇവിടെ എൻട്രി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സാധനം മേടിച്ചു, അതിന്റെ ഡേറ്റ് ഓഫ് എക്സ്പയറി എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്ത് റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ വർഷം എക്സ്പയർ ആവുന്ന പ്രോഡക്ട്സ് അങ്ങനെ നമുക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്രയും ഡേറ്റ നമുക്കൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പം അതിന്റെ ബ്രാൻഡ് നെയിം, മോഡൽ, അസറ്റ് നമ്പർ, എന്തെങ്കിലും ബാർകോഡ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു സിംഗിൾ റിപ്പോർട്ട് വഴി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ അസറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ നമുക്ക് നല്ല നീറ്റായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമുക്ക് ഇപ്പൊ കുറച്ച് ഡേറ്റ എൻട്രി അല്ലേ കാണത്തുള്ളൂ. കഴിഞ്ഞ വർഷം ചെയ്തത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഡേറ്റ എൻട്രി ഉള്ളൂ. അപ്പം മാക്സിമം ഇത്രയും ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് പോവുക. പിന്നെ അസറ്റ് സർവീസ്ഡ് ബൈ, സർവീസ് ചെയ്യുന്ന ആളുടെ പേര്. അപ്പൊ അതിനു മുമ്പ് അസറ്റ് വെൻഡർ ഉണ്ട്. അസറ്റ് വെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്, ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ മേടിക്കുന്നത്. അപ്പൊ ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്, ഈ അസറ്റ് വെൻഡർ ഡീറ്റെയിൽസ് നമ്മൾ എൻട്രി ചെയ്ത് പോവുക. ഇതും ഡയറക്ടറേറ്റിൽ നിന്ന് തന്നെയായിരിക്കും അസറ്റ് വെൻഡർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത്. അസറ്റ് സർവീസ്ഡ് ബൈ റിമാർക്സ്
കസ്റ്റോഡിയൻ ആരാന്ന് വെച്ചാൽ എൻ്റർ ചെയ്യുക. ഈ അസറ്റിന്റെ ഒരു ഇമേജ് ഫോട്ടോ എടുപ്പോൾ ഒരു ചെയറാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഇപ്പൊ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നമുക്ക് ഇമേജ് ചിലപ്പം പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന്റെ സി ഡി വെച്ചിട്ട് ഒരു ഇമേജ് എടുത്താൽ മതി. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ എഴുതിക്കുമല്ലോ അതിന്റെ ബ്രാൻഡ് ഏതാണ് ബ്രാൻഡ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എപ്പോഴെങ്കിലും സ്റ്റോക്ക് നമ്മൾ ഫിസിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഇമേജും കൂടെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ വളരെ എളുപ്പമായിരിക്കും. ഇൻവോയ്സും അപ്ലോഡ് ചെയ്യുക. ഇൻവോയ്സ് നമ്മൾ ഫയലിൽ ഓഫ് കോഴ്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സിംഗിൾ വിൻഡോയിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക. GSTയുടെ പെർസെൻറ്റേജും ഇതിന്റെ ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജും നിങ്ങൾക്കറിയാം. ഓരോ ടൈപ്പ് ഓഫ് ഐറ്റത്തിനും നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരു ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഐറ്റത്തിന്റെ ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജും കൂടെ എങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഡിപ്രിസിയേഷൻ ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോഴേ എൻ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എല്ലാം ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ, ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഇത് ആവശ്യമുണ്ട്. ഇപ്പൊ അതിന്റെ ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജും കൂടെ എൻ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എളുപ്പമായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ വർഷം ഇല്ലാത്തൊരു ഓപ്ഷനാണ് ക്യാഷ്, ബാങ്ക്, ലോൺ. അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ക്രെഡിറ്റ് ആണ് മേടിക്കുന്നതെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നും ക്യാഷ് എന്നും ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ക്രെഡിറ്റ് ആണ് മേടിക്കുന്നതെങ്കിൽ ഫുൾ ക്രെഡിറ്റ് ഫ്രം ദ വെൻഡർ, അസറ്റ് വെൻഡർ ആണ് മേടിക്കുന്നതെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ ഡീഫോൾട്ട് ആയിട്ട് പർച്ചേസ് പ്രൈസ് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ പോപ്പുലേറ്റ് ആയി വന്നു. ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഫുൾ ക്രെഡിറ്റ് മേടിച്ചു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഈ സെലക്ഷൻ ഒന്നും ചെയ്യണ്ട, ബാങ്ക് ലോൺ സെലക്ഷൻ ഒന്നും ചെയ്യണ്ട, സേവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്നാണ്, അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് കാനറ ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ SBIയുടെ അക്കൗണ്ട് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ അവിടെയും നമുക്ക് ബാങ്ക് ഏതാന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാങ്കിന്റെ സബായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ബാങ്കിന്റെ പ്രൊഫൈലിൽ ആഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഫസ്റ്റ് പ്രൊഫൈല് കഴിഞ്ഞിട്ടുള്ള ബാങ്ക് എന്ന മെയിൻ മെനുവിൽ നമ്മൾ സൊസൈറ്റിയുടെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡീറ്റെയിൽസ് ഇവിടെ പോപ്പുലേറ്റ് ആയി വരും. അപ്പൊ അവിടെ തന്നെ കാനറ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കാനറ ബാങ്കിൽ ഞാനിപ്പോ കാനറ ബാങ്കിൽ നിന്ന് 60,000 ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ബാക്കി ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ടിൽ നിന്ന് 60,000 റെഡ്യൂസ് ആയി. അപ്പൊ ബാക്കി പൈസ കുറച്ച് പൈസ ഞാൻ ലോൺ ആയിട്ടാണ് എടുത്തേക്കുന്നതെങ്കിൽ ലോൺ എന്ന ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. കുറച്ച് പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ 60,000 ബാങ്ക് ആയിട്ട് പേ ചെയ്തു. ബാക്കി പൈസ ഞാൻ ലോൺ ആക്കിയെങ്കിൽ ലോണിൽ തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. IFSC ഉള്ള ബാങ്ക്, നോൺ IFSC ഉള്ള ബാങ്ക്, അസറ്റ് ലോൺ പ്രൊവൈഡേഴ്സ്. അസറ്റ് ലോൺ പ്രൊവൈഡറിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കൺസ്യൂമർ ഐറ്റംസ് മേടിക്കുമ്പോൾ ബജാജ് ഫൈനാൻസ്, HDFC ബാങ്ക് തുടങ്ങിയ ലോൺ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവർ നമുക്ക് ലോൺ തരാറുണ്ട്. അപ്പം ആ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിലുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ പോപ്പുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മീനിങ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ 3 lakhs ക്യാഷ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതാണ് ഈ 60,000. പക്ഷേ ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്ക് കാണാം IFSC, നോൺ IFSC ഓപ്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോൺ എടുക്കുകയാണ്. അപ്പൊ ലോൺ എടുക്കുമ്പോൾ ലോണിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ എൻട്രി ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ പ്രൊഫൈലിലുള്ള ബാങ്ക്, അതായത് നമുക്ക് അക്കൗണ്ട് ഉള്ള ഐഡന്റിഫൈഡ് ബാങ്ക് ആയിരിക്കണമെന്നില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളിവിടെ എൻട്രി ചെയ്യുന്നത്. അപ്പൊ IFSC ഓപ്ഷൻ ഉണ്ട്. IFSC ഓപ്ഷൻ വരുമ്പോൾ നേരത്തെ കാണിച്ച പോലെ ഇപ്പൊ കാനറ ബാങ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു ലോൺ എടുക്കുമ്പോൾ ഒരു പുതിയ ലോൺ അക്കൗണ്ട് നമ്പർ ജനറേറ്റ് ആവും. അല്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പുതിയ ലോൺ എടുക്കുമ്പോൾ നമുക്കൊരു പുതിയ ലോൺ അക്കൗണ്ട് നമ്പർ ജനറേറ്റ് ആവും. അതിന്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റും. അതിന്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്
ലോണിന്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ് എമൗണ്ട്, നമ്പർ ഓഫ് EMIs, നമ്പർ ഓഫ് EMIസും ടോട്ടൽ EMI എമൗണ്ട് എത്ര, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പം ഒന്നുകൂടെ പറയാം, നമുക്ക് ചെറിയ ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഒന്ന് അസറ്റ് വെൻഡർ നേരത്തെ ഡ്രോപ്പ് ഡൗൺ പ്രൊവിഷൻ ഉണ്ട്. പിന്നെ ക്യാഷ് ബാങ്ക് ലോൺ എന്ന് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ക്യാഷ് ആണെങ്കിൽ ക്യാഷിലോട്ട് ഫുള്ളി ക്യാഷ് ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ ക്യാഷിലോട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്ക് ഓപ്ഷൻ. നമ്മുടെ പ്രൊഫൈലിന്റെ അടുത്ത് ബാങ്ക് എന്ന മെയിൻ മെനുവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് IFSC ആണെന്ന്, നോൺ IFSC ആണെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് വരും. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് എമൗണ്ട് അവിടെ ആഡ് ചെയ്യുക. ലോൺ ആണെങ്കിൽ ലോണിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ അസറ്റിന്റെ ഇത് ആഡ് ചെയ്തത്. ഇതിനിടയിൽ ഞാനൊരു ഓപ്ഷൻ കാണിക്കാം. അതായത് ഞാൻ പറഞ്ഞു അസറ്റ് വെൻഡർ എന്ന് പറഞ്ഞത്, അസറ്റ് വെൻഡർ ഡയറക്ടറേറ്റിൽ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അസറ്റ് വെൻഡറിന് ഇത് നമ്മളിപ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ മോഡ്യൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ പാർട്ടായിട്ടും കൂടെ വരുന്ന ഒരു കാര്യമാണിത്. അപ്പം പുതിയ മാസ്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, പുതിയ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ബാധകമായിട്ടുള്ള അസറ്റ് വെൻഡർ ആണ്. അപ്പൊ നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്, ഡയറക്ടറേറ്റിന് ഒരു മെയിൽ അയക്കും, അല്ലെങ്കിൽ ഡയറക്ടറേറ്റിൽ നിന്ന് ഒരു ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്ത് തരും. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് അക്കൗണ്ട്സിൽ ലെഡ്ജർ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ബാധകമായിട്ടുള്ളത് ലെഡ്ജർ ടൈപ്പിൽ അസറ്റ് വെൻഡർ, അതായത് പുതിയൊരു അസറ്റ് വെൻഡർ നമുക്ക് ഡ്രോപ്പ് ഡൗണിൽ അവൈലബിൾ അല്ലാത്തൊരു അസറ്റ് വെൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നന്ദിലത്ത് നമുക്ക് അവൈലബിൾ അല്ല അസറ്റ് വെൻഡർ. നന്ദിലത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. അപ്പൊ നന്ദിലത്ത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന്, അതായത് ലെഡ്ജർ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ പുതിയ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഫോമാണിത്. നമ്മളത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നന്ദിലത്തിന്റെ സേവ് ചെയ്തതിന് ഫോർവേഡ് ലിസ്റ്റിൽ അത് കാണും. നന്ദിലത്ത് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ലെഡ്ജർ എന്ന് പറയുമ്പോൾ മാസ്റ്ററും ക്രിയേറ്റ് ആവും, ലെഡ്ജറും ക്രിയേറ്റ് ആവും. നിങ്ങൾക്കറിയാം ഓരോ ഐറ്റത്തിനും സൊസൈറ്റിയുടെ അക്കൗണ്ടിങ് വരുമ്പോൾ അതിനകത്ത് മാസ്റ്റർ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേറ്റസ് അറിയാൻ പറ്റും, ലെഡ്ജർ ക്രിയേറ്റഡ് ആണോ നോ. അപ്പൊ ഇത് ലെഡ്ജർ എപ്പം ക്രിയേറ്റ് ആവുമെന്ന് വെച്ചാൽ നമ്മൾ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അഡ്മിൻ നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു അപ്രൂവൽ കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ കറസ്പോണ്ടിങ് ലെഡ്ജേഴ്സും ക്രിയേറ്റ് ആവും. ഇതിന്റെ നന്ദിലത്ത് എന്ന അസറ്റ് വെൻഡറും നമുക്ക് അവൈലബിൾ ആവും. അപ്പം ഈ സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ നമുക്ക് അസറ്റ് വെൻഡർ ഇല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. എക്സലായിട്ട് അവൈലബിൾ ആവണമെങ്കിൽ നമ്മൾ പ്രീ പോപ്പുലേറ്റ് ചെയ്ത് തരും. അത് ഡയറക്ടറേറ്റ് ചെയ്യുന്ന അതിനുള്ള സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വൺസ് ഒരുവിധം ഡേറ്റ എല്ലാം നമ്മൾ പ്രീ പോപ്പുലേറ്റ് ചെയ്ത് തരും. പക്ഷേ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് ഒരു ചെറിയ അസറ്റ് വെൻഡറിനെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ ആക്ച്വലി സൊസൈറ്റിയുടെ ബാക്കി മോഡ്യൂൾസ് ലോഞ്ച് ചെയ്യുമ്പോഴായിരിക്കും അത് ആവശ്യമുള്ളത്. എന്നാലും സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഭാഗമായി വരുമ്പോൾ അസറ്റ് വെൻഡർ അതുവഴിയായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അസറ്റ് സെയിൽസ് ആണ്. അസറ്റ് സെയിൽസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുള്ളതല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രമിച്ചതെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റ്സിനെ എൻട്രി ചെയ്യുക എന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്. അപ്പം ഈ വർഷം നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ് ടു ഡേറ്റ് ആയിട്ട്
ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അപ്പൊ തന്നെ നമ്മൾ എൻറ്റർ ചെയ്യുക. അപ്പം ഏത് പോയിന്റ് ഓഫ് ടൈമിലും നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിരിക്കും. അത് നമുക്ക് സ്റ്റോക്ക് രജിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റോക്ക് റിപ്പോർട്ട് ഇതിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളൊരു 5 കസേര മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു 10 കസേര പഴയതുണ്ട്, 5 കസേര നമ്മൾ പുതുതായിട്ട് മേടിച്ചു, ടോട്ടൽ 15 കസേരയുണ്ട്. അപ്പൊ അതിൽ 2 ഡാമേജ് ആയി. 2 ഡാമേജ് ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനെ സെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻട്രി ചെയ്യുകയാണെങ്കിൽ, സെയിൽ ചെയ്യുന്നതും കൂടെ ഇവിടെ എൻട്രി ചെയ്ത് പോവുകയാണെങ്കിൽ 15 കസേര ഉണ്ടായിരുന്നിടത്ത് നമുക്കിപ്പം 13 കസേരയേ ഉള്ളൂ എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് സിസ്റ്റത്തിലെ ഡേറ്റ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ അസറ്റ് സെയിൽസ്, ഇനി അസറ്റ് പർച്ചേസ് മാത്രമല്ല അസറ്റ് സെയിൽസും ഇതിനകത്ത് എൻട്രി ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോഴേ നമ്മുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഇയർ എൻഡ് ചെയ്യുമ്പോൾ ആ സമയത്ത് മാത്രമല്ല, അപ് ടു ഡേറ്റ് ആയിട്ട് ഏത് അസറ്റ് പർച്ചേസ് ചെയ്താലും ഇതിനകത്ത് എൻട്രി ചെയ്യുക, സെയിൽസ് ചെയ്താലും ഇതിനകത്ത് എൻട്രി ചെയ്യുക. അത് സെയിം തന്നെയാണ്. ഇപ്പൊ ഒരു അസറ്റ് സെയിൽ ചെയ്യണമെങ്കിൽ ആക്ച്വലി നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്ത സാധനങ്ങൾ മാത്രമേ ഇവിടെ അവൈലബിൾ ആവത്തുള്ളൂ. ഇപ്പൊ ഞാൻ ലൊക്കേഷൻ കളക്ഷൻ സെന്റർ എടുത്തു. കളക്ഷൻ സെന്ററിൽ BMC യൂണിറ്റ് കാറ്റഗറി BMC യൂണിറ്റിൽ ബൾക്ക് മിൽക്ക് കൂളർ ആൻഡ് മിൽക്ക് പമ്പ്. അപ്പൊ അതിനകത്ത് പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ള അവൈലബിൾ ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കും. അവൈലബിൾ ക്വാണ്ടിറ്റി 1999 ആണ് അവൈലബിൾ ക്വാണ്ടിറ്റി. അതിൽ നമ്മൾ അസറ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെലക്ഷൻ കൊടുത്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്കും ബൾക്ക് മിൽക്ക് കൂളർ ആൻഡ് മിൽക്ക് പമ്പ് ഞാൻ 2 പർച്ചേസ് ചെയ്തു. 2 പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിന്റെ പർച്ചേസ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിലയായിരുന്നു. പക്ഷേ 5 മാസം കഴിഞ്ഞിട്ട് ഈ സെയിം സാധനം ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ പർച്ചേസ് പ്രൈസ് ഡിഫറെന്റ് ആവാം. അപ്പൊ നമ്മൾ പിന്നെ ഒരു അസറ്റ് പർച്ചേസ് എൻട്രി ഇതിനകത്ത് വരും. അപ്പം നമ്മൾ വൺസ് ഒരു 4 വർഷത്തെ ഡേറ്റ നമ്മൾ എൻട്രി ചെയ്താൽ, ഇപ്പൊ നമുക്ക് 2 വർഷത്തെ ഡേറ്റ ആണുള്ളത്. 2 വർഷത്തെ ഡേറ്റ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം നമ്മൾ ബൾക്ക് മിൽക്ക് കൂളർ പർച്ചേസ് അസറ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ട്, ഈ വർഷം ഞാൻ പർച്ചേസ് ചെയ്തതും എൻട്രി ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 എൻട്രി വരും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അതിന്റെ മിക്കവാറും അതിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ പർച്ചേസ് പ്രൈസ് ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ കൃത്യമായിട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പം സെയിൽ ക്വാണ്ടിറ്റി 100 അവൈലബിൾ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇപ്പം ബാക്കി 100 അവൈലബിൾ ഉള്ളൂ. സെയിൽ ചെയ്തിട്ടുള്ളത് മാത്രമല്ല, ഡാമേജ്ഡ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ സെയിൽ പ്രൊവിഷൻ ഇപ്പോൾ എനേബിൾ ചെയ്യുന്നുള്ളൂ. ഡാമേജ് ക്വാണ്ടിറ്റി ഞാൻ 100 എൻട്രി ചെയ്തിട്ടുണ്ട്. ഡാമേജ് ക്വാണ്ടിറ്റി 100 എൻട്രി ചെയ്തിട്ടുണ്ട്. അതായിരിക്കും സെയിൽ ക്വാണ്ടിറ്റി ആയിട്ട്. സെയിലിന് മാക്സിമം നമുക്ക് 100 സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോ 10 സെയിൽ ചെയ്യുന്നുള്ളൂ, അപ്പൊ അതുകൊണ്ട് 10 ഇവിടെ എൻട്രി ചെയ്യുന്നു. ഇപ്പം എനിക്ക് ടോട്ടൽ 1999 ഉണ്ടായിരുന്നു. അതിൽ ഡാമേജ് ക്വാണ്ടിറ്റി 100 ആയിരുന്നു. അപ്പൊ സെയിൽ ക്വാണ്ടിറ്റി ഞാൻ 10 സെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതാണ്. അപ്പൊ സെയിൽസ് പ്രൈസ് 10 സെയിൽസ് പ്രൈസും പർച്ചേസ് പ്രൈസും നമുക്കിപ്പോ എന്തായാലും അതിന്റെ ഡിപ്രിസിയേഷൻ വരും, ഡാമേജ്ഡ് ആണ്. അപ്പൊ ഒരിക്കലും അത് നമുക്ക് ടാലി ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് എമൗണ്ടിൽ നമ്മൾ സെയിൽ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് റീസൺ പറയണം. ഡാമേജ്ഡ് മാത്രമേ ഇപ്പൊ നമ്മൾ റീസൺ കൊടുത്തിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ അതിനും ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഇപ്പൊ നമ്മള് ഫുൾ ക്യാഷ് ആയിട്ടാണ് സെയിൽസ് പ്രൈസ് മോസ്റ്റ്ലി ഫുൾ ക്യാഷ് ആയിട്ട് എടുക്കുന്നു. ബാങ്ക് എടുക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷൻ തന്നെയാണ്. എൻ്റെ അക്കൗണ്ടിലുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നു. അതിനോട്ടായിട്ട് എനിക്ക് ക്രെഡിറ്റ് വരുന്നത്. അതായത് ഇത് റിസീവ് ചെയ്യും. മറ്റേതാണെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് പർച്ചേസിന്, ഇത് നമ്മൾ റിസീവ് ചെയ്യുന്നതാണ്. ടോട്ടൽ എമൗണ്ട് ക്യാഷ് അല്ല, ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങ് ബാങ്കിലോട്ട് റിസീവ് ചെയ്യുന്നു. അത് സേവ് ചെയ്തു. ഞാനൊരു സെയിൽ ചെയ്തു, അസറ്റ് സെയിൽ ചെയ്തു. നേരത്തെ ഞാനൊരു കാര്യം മിസ് ചെയ്തു പോയി. എവിടെയാണ് ഡാമേജ്ഡ് അടയാളപ്പെടുത്തുന്നതെന്ന് നേരത്തെ പറഞ്ഞില്ല. ഈ അസറ്റ് പർച്ചേസ് ടാബിലായിരിക്കും നമ്മൾ അത് എഡിറ്റ് എടുത്തിട്ട് നമ്മളിവിടെ ഡാമേജ്ഡ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ, അതായത് അസറ്റ് പർച്ചേസ് ചെയ്തു, നമ്മൾ ഇതിന്റെ ഡേറ്റ ഇവിടെ എൻട്രി ചെയ്തു, എന്നിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴായിരിക്കും അത് ഡാമേജ്ഡ് ആവുന്നത്. അപ്പോൾ ഡാമേജ്ഡ് ആവുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ അതിന്
ഇവിടെ ഡേറ്റ താഴെ കാണും. അപ്പോൾ അതിനെ എഡിറ്റ് എടുക്കുക. എഡിറ്റ് എടുത്തിട്ട് ഡാമേജ്ഡ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡാമേജ്ഡ് ഐറ്റംസ്, ടോട്ടൽ സ്റ്റോക്ക് ക്വാണ്ടിറ്റി നമ്പർ 800 എണ്ണം ഉണ്ട്. അതിൽ നമ്പർ ഓഫ് ഡാമേജ്ഡ് ഐറ്റംസ് ഇവിടെ കൊടുക്കാം, വാല്യൂ ഓഫ് ഡാമേജ്ഡ് ഐറ്റംസ് ഇവിടെ കൊടുക്കാം. അങ്ങനെയായിരിക്കും നമ്മൾ ഡാമേജ്ഡ് സേവ് ചെയ്യുന്ന. ഈ ഡാമേജ്ഡ് സേവ് ചെയ്താൽ മാത്രമേ നേരത്തെ കാണിച്ചില്ലേ ആ സെയിൽസിലോട്ട് ഇത് വരത്തുള്ളൂ. സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. വൺസ് ഒരു ഐറ്റം ഡാമേജ്ഡ് ആവുമ്പോൾ ഡാമേജ്ഡ് അസറ്റ് പർച്ചേസിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്ത് അതിനകത്ത് ഡാമേജ്ഡ് മാർക്ക് ചെയ്യുക. എന്നിട്ടായിരിക്കണം നമ്മൾ സെയിൽസ് ചെയ്യാൻ വേണ്ടി അതിനെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അസറ്റ് പർച്ചേസ് പറഞ്ഞു, ബാങ്ക് പറഞ്ഞു, പ്രൊഫൈൽ പറഞ്ഞു, ബാങ്ക് പറഞ്ഞു, അസറ്റ് പർച്ചേസ് പറഞ്ഞു, പർച്ചേസ് ചെയ്ത അസറ്റിനെ സെയിൽ ചെയ്യുന്ന ഓപ്ഷൻ പറഞ്ഞു. ഇനി ലാൻഡ് ആണ്. ലാൻഡ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ലാൻഡ് ചെയ്തു. അപ്പൊ ലാൻഡ് ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാൻഡ് ഓൺഡ് ആണ്. അപ്പൊ അതിനകത്ത് ഡിസ്ട്രിക്ട് പറയുന്നു, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക്, സർവേ നമ്പർ, സബ് സർവേ നമ്പർ. നമുക്ക് ഫെച്ച് ഫ്രം റിലീസ് ചെയ്യാൻ, ഫെച്ച് ഫ്രം റിലീസ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാം. അത് നമ്മൾ ഓൾറെഡി ഈ ആപ്ലിക്കേഷനിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഫെച്ച് ഫ്രം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർവേ നമ്പറും സബ് സർവേ നമ്പറും വഴി ഡീറ്റെയിൽസ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാം. അത് നമ്പർ ഓഫ് സെൻസ് ആഡ് ചെയ്യുക, നമ്പർ ഓഫ് സെൻസ് ആഡ് ചെയ്യുക, ടോട്ടൽ വാല്യൂ കൊടുക്കാം, അതിന്റെ ലാൻഡിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഡേറ്റ് ഓഫ് പർച്ചേസ് കൊടുക്കാം, ദേശുവിന്റെ പേര് കൊടുക്കാം. അവിടെയും ഓപ്ഷൻ ഉണ്ട്. അവിടെ എല്ലാ നമ്മളിപ്പം പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ക്യാഷ്, ബാങ്ക് ലോൺ, ഇത് എല്ലാത്തിലും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ബാങ്ക് ആണെങ്കിൽ അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഞാൻ കഴിഞ്ഞ ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബാങ്ക് ആണെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് നടത്തിയത്. ലോൺ ആണെങ്കിൽ ലോൺ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാം. ലോൺ ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്യാം. ലോൺ ആണെങ്കിൽ ലോൺ എടുക്കുക. അങ്ങനെ നമുക്ക് ലാൻഡ് ഡീറ്റെയിൽസ് സേവ് ചെയ്യാം. ലാൻഡിലെ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാം. ഇതിനകത്താണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ് ഓഫ് അപ്രൂവൽ എടുത്തതാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ എടുത്തു, ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ് ഓഫ് അപ്രൂവൽ, ഓർഡർ നമ്പർ, അതിന്റെ സബ്സിഡി ഉണ്ടെങ്കിൽ സബ്സിഡി ഡീറ്റെയിൽസ് കൊടുക്കാം, സബ്സിഡി എത്ര എമൗണ്ട് കിട്ടിയെന്ന് കൊടുക്കാം, ദേശു, രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലാൻഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, അതിന്റെ പർച്ചേസ് ഡീറ്റെയിൽസ്, ബാങ്ക് ആണോ, ബാങ്കിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതാണോ അതോ ലോൺ എടുത്തതാണോ, അപ്പൊ ആ ഡീറ്റെയിൽസ് കൊടുക്കാം. അടുത്ത ഓപ്ഷൻ ബിൽഡിംഗ് ആണ് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ബിൽഡിംഗ് ഇരിക്കുന്ന ലാൻഡ് എൻട്രി ആണ്. ലാൻഡ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബിൽഡിംഗ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ലാൻഡ് ഡീറ്റെയിൽസ് അപ്പുറത്ത് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന സർവേ നമ്പറിൽ, ഇന്ന സബ് സർവേ നമ്പറിൽ ഏരിയ 35 സെന്റ് ലാൻഡ്, അപ്പൊ അവിടെ ആയിരിക്കും നമ്മുടെ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സെലക്ട് ലാൻഡ് ഇൻ വിച്ച് ബിൽഡിംഗ് ഈസ് ലൊക്കേറ്റഡ്, അത് സെലക്ട് ചെയ്യുക. ബിൽഡിംഗ് നമ്പർ കൊടുക്കുക, ഏരിയ കൊടുക്കുക, വാല്യൂ ഓഫ് ബിൽഡിംഗ് ആസ് പെർ ദ ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ്. ബിൽഡിംഗ് നമ്മൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂഷൻ സർട്ടിഫിക്കറ്റ്, കോർപ്പറേഷനിൽ നിന്നാണെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന്, എന്താണെന്ന് വെച്ചാൽ വാല്യൂഷൻ സർട്ടിഫിക്കറ്റിന് പ്രകാരമുള്ള വാല്യൂ ഓഫ് ബിൽഡിംഗ്, ഡേറ്റ് ഓഫ് ബിൽഡിംഗ് പെർമിറ്റ്, ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ നമ്പർ, ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ ഡേറ്റ്, ഓർഡർ ഡേറ്റ്, ഏതെങ്കിലും ഏജൻസി സബ്സിഡി തന്നിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ്, സബ്സിഡി എമൗണ്ട്, ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ, ഡിസ്ക്രിപ്ഷൻ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് പെർമിറ്റ്, വാല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇത്രയും ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക.
അവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ബിൽഡിംഗ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താണെങ്കിൽ ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ലോൺ ആണെങ്കിൽ ലോൺ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ബിൽഡിംഗ് സെയിം തന്നെയാണ്, ലാൻഡ് പർച്ചേസ് ചെയ്ത പോലെ തന്നെയാണ്. ഏത് ലാൻഡിലാണ് ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് സെലക്ട് ചെയ്യുക. ബാക്കി ബിൽഡിംഗ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അതിന്റെ പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ബാങ്ക് വഴിയാണോ ലോൺ വഴിയാണോ, ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ബിൽഡിംഗ് അടുത്ത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. എത്ര പൈസയാണ് നമ്മുടെ കയ്യിലുള്ളത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗിൽ ആസ് ഓൺ 31/3/2024 എത്രയാണ് നമുക്ക് പൈസ കയ്യിലുള്ളത് അത് എൻട്രി ചെയ്യുക. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് എൻട്രി മാൻഡേറ്ററി ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി അടുത്തുള്ള ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ്. ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസിൽ നമ്മൾ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്, ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ഇപ്പൊ 2023-24 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമുക്കിപ്പം 2022-23 22-23 നമ്മൾ ഇത്രയും ഡേറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് പ്രീവിയസില് അത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് കഴിഞ്ഞ വർഷം 2022-23 സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റീസ് ഇത്രയും ഡേറ്റ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓൾമോസ്റ്റ് എല്ലാ ഡെപ്പോസിറ്റും നമ്മൾ അടുത്ത വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ക്യാരി ഓവർ ചെയ്യുന്നതാന്ന് വെച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ടു നെക്സ്റ്റ് ഇയർ. പക്ഷെ അത് കിട്ടണമെങ്കിൽ 22-23 ഫിനാൻഷ്യൽ ഇയർ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ താഴെ 22-23 ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് കിട്ടും. എന്നിട്ട് എക്സ്റ്റെൻഡ് ടു നെക്സ്റ്റ് ഇയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. എഡിറ്റ് അല്ല, എഡിറ്റ് ഓപ്ഷനും ഉണ്ട്, എക്സ്റ്റെൻഡ് ടു നെക്സ്റ്റ് ഇയർ ഓപ്ഷനും ഉണ്ട്. അപ്പം എക്സ്റ്റെൻഡ് ടു നെക്സ്റ്റ് ഇയർ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ മാറി. 2022-23 സെലക്ട് ചെയ്ത് നമ്മൾ എക്സ്റ്റെൻഡ് ടു നെക്സ്റ്റ് ഇയർ കൊടുത്തപ്പം 23-24 ആയിരിക്കും ഡിഫോൾട്ട് വരുന്നത്. എന്റെ ബാങ്ക് സെലക്ട് ചെയ്യുക. നേരത്തെ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. ബാങ്ക് സെലക്ട് ചെയ്യുക. FD ഡീറ്റെയിൽസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ വാലിഡ് അപ് ടു നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പൊ ഇത് കറണ്ട് ഇപ്പൊ ഏത് ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ സെലക്ട് ചെയ്തത് ആ ഫിനാൻഷ്യൽ ഇയറിലെ വാല്യൂ നമ്മൾ വാലിഡ് അപ് ടു കൊടുക്കണം. അതായത് തന്നെയാണ് 23-24 തന്നെയാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ പുതുതായിട്ട് ഫ്രഷ് എൻട്രി ആയിട്ട് കൊടുക്കുക. എപ്പോഴും താഴെ വരുന്നത് ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ സെലക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും താഴെ ഈ കാണുന്ന ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതാണ്. അടുത്ത ഓപ്ഷൻ ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ക്യാഷ് അറ്റ് ബാങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് എൻട്രി ചെയ്യണം. ഏതൊക്കെ ബാങ്കിലാണ് നമുക്ക് ക്യാഷ് ഉള്ളത് അതെപ്പോഴും ആ ബാങ്ക് നമ്മൾ നമ്മുടെ പ്രൊഫൈലിലെ ബാങ്ക് ഡീറ്റെയിൽസിൽ ആഡ് ചെയ്ത ബാങ്ക്സ് മാത്രമേ ഇവിടെ അവൈലബിൾ ആവത്തുള്ളൂ. വേറെ ഏതെങ്കിലും ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആദ്യം പോയി ബാങ്ക് എന്ന ടാബിൽ പോയി ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാഷ് അറ്റ് ബാങ്കിൽ വന്ന് എൻറ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് നോ IFSC ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക, എൻറ്റർ ചെയ്യുക. അടുത്ത ഓപ്ഷൻ ഷെയർ ആണ്. ഷെയർ നമ്മൾ എടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് പർച്ചേസ് എന്നാണ് നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്തതെന്ന് കൊടുക്കുക. എത്ര ഷെയർ ഉണ്ട്, ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്, ആ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെയും പേയ്മെന്റ് ചെയ്തത് എങ്ങനെയാണ്, ബാങ്ക് ആണോ
IFSC ഉള്ള ബാങ്ക് ആണോ, നോൺ IFSC ആണോ. ദെൻ ഷെയർ ഓർഗനൈസേഷൻ, വേറെ ഏതെങ്കിലും ഏജൻസിയുടെ നിന്ന് ഷെയർ എടുത്തതാണോ, അതിന് ഒരു മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. വേറെ ഏതെങ്കിലും ഇപ്പൊ മിൽമേന്ന് എടുക്കാം, അങ്ങനെ പല ഏജൻസിയിൽ നിന്ന് നമുക്ക് ഷെയർ എടുക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഷെയർ ഓർഗനൈസേഷനിൽ വരും. അതിന്റെ മാസ്റ്റർ നമുക്ക് ഏതെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്ടറിനെ കോൺടാക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ളത് ഇൻവെന്ററി സപ്ലയർ. ഫോർ എക്സാമ്പിൾ കേര ഫീഡ്സിന്റെ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും സപ്ലയറിന്റെ നമ്മൾ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. പിന്നെ അസറ്റ് വെൻഡർ ഓപ്ഷൻ ആവശ്യമില്ല, ഇവിടെ അസറ്റ് വെൻഡർ വേണ്ട. ഇത്രേ ഉള്ളൂ. ബാങ്ക്, നോൺ IFSC, ഷെയർ ഓർഗനൈസേഷൻ, ഇൻവെന്ററി സപ്ലയർ, ഇത്രയും സ്ഥലത്ത് നിന്ന് നമ്മൾ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഷെയർ ചെയ്യുക. ഇപ്പൊ എത്ര നമ്മൾ മൾട്ടിപ്പിൾ ഏജൻസീസിന്റെ ഷെയർ എടുത്തിട്ടുണ്ടാവും, ആ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്യുക. അടുത്ത് വരുന്നത് ഇൻവെന്ററി ആണ്. ഇൻവെന്ററി നമ്മൾ കഴിഞ്ഞ വർഷവും ചെയ്തത് തന്നെയാണ്. അതിനകത്തൊരു ചെറിയ ചേഞ്ച് ഇൻട്രൊഡക്ഷനിൽ രജിത മാഡം പറയുന്നുണ്ടായിരുന്നു. ചെറിയൊരു ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുള്ളത് തന്നെയാന്ന് വെച്ചാൽ, നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. പ്രോഡക്റ്റ് ഇപ്പൊ SKM പ്രീമിയം പെല്ലറ്റ് സെലക്ട് ചെയ്യുന്നു. SKM പ്രീമിയം പെല്ലറ്റിന്റെ @ ഇതിന്റെ MRP ബ്രാക്കറ്റിൽ പർച്ചേസ് റേറ്റ്, ഇങ്ങനെ ഒരു ഐറ്റം എന്നൊരു കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ ആയിരിക്കും ഇൻവെന്ററി നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇതിപ്പോൾ നമ്മളെ സൊസൈറ്റിയുടെ മറ്റു മോഡ്യൂൾസും സ്റ്റോക്ക് വെരിഫിക്കേഷനും വളരെയധികം ക്ലോസ്ലി കപ്പിൾഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇൻവെന്ററിയുടെ മാസ്റ്ററിൽ പോയി ഐറ്റം മാസ്റ്റർ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യണം. ഐറ്റം മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഐറ്റം മാസ്റ്ററിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇൻവെന്ററി കാറ്റഗറി കാറ്റിൽ ഫീഡിന്റെ ആണെങ്കിൽ കാറ്റിൽ ഫീഡിന്റെ ഇപ്പം ഞാൻ പ്രോഡക്റ്റ് നെയിം കൊടുക്കുകയാണ്. മീറ്റ് ബ്രാൻഡ് എന്നൊരു പ്രോഡക്റ്റ് നെയിം കൊടുക്കുകയാണ്. അതിന് ഞാൻ HSN കോഡ് കൊടുക്കുക. HSN കോഡ് മാൻഡേറ്ററി അല്ല, എല്ലാ പ്രോഡക്റ്റിനും, മിക്കവാറും എല്ലാ പ്രോഡക്റ്റിനും ഉണ്ട്. ഇനി ഒരു 0.5% ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മാൻഡേറ്ററി ആക്കാത്തത്. HSN കോഡ് കൊടുക്കുക. പർച്ചേസ് റേറ്റ് ആസ് എൻ ഇൻവോയ്സ്, MRP ആസ് എൻ ഇൻവോയ്സ്. ഒരു വാലിഡേഷൻ വന്നു. MRP മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പർച്ചേസ് പ്രൈസ്. എപ്പോഴും MRP എന്ന് പറയുമ്പോൾ പർച്ചേസ് പ്രൈസിനെക്കാളും കൂടുതലായിരിക്കും, അത് നമുക്കറിയാം. പർച്ചേസ് പ്രൈസ് കൊടുത്തു. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പർച്ചേസ് റേറ്റ് ഈസ് ഫോർ ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് സെയിൽ. അപ്പൊ ഇതാണ് നേരത്തെ നിങ്ങളുടെ മാഡം പറഞ്ഞത്, രജിത മാഡം പറഞ്ഞത്. അതായത് നമ്മളൊരു പ്രോഡക്റ്റിന് UQC എന്ന് പറഞ്ഞിട്ട്, ഇവിടെ കണ്ടോ UQC എന്ന് പറഞ്ഞ ഒരു സാധനം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇപ്പം UQCയിൽ എന്തൊക്കെയാ വരുന്നത് നോക്കിയേ. ബാഗ്സ്, കാർട്ടൺസ്, ക്രേറ്റ്സ് ആൻഡ് പാക്കറ്റ്സ്. നിങ്ങളിത് ഡെയിലി ലൈഫിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ്, സൊസൈറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതായത് നമുക്കറിയാം, നോർമലി നമ്മളൊരു പ്രോഡക്റ്റിനെ പറയാൻ അതിന്റെ യൂണിറ്റ് മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ യൂണിറ്റ് എന്ന് പറയുമ്പം ചിലപ്പോൾ ഒരു ബാഗിനകത്ത് കുറെ സാഷേസ് കാണും. അങ്ങനെയെങ്കിൽ നമ്മൾ ചില സമയത്ത് ഇൻവോയ്സ് വരുമ്പം സാഷയ്ക്ക് ആയിരിക്കും പ്രൈസ് പറയുന്നത്, ചില സമയത്ത് ഇൻവോയ്സ് പറയുമ്പോഴത്തേക്കും ബാഗിനായിരിക്കും പറയുന്നത്. ഡിപ്പെൻസ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ ബാഗിനകത്ത് ഇപ്പൊ കിലോഗ്രാം ഉണ്ട്, ഒരു 100 കിലോയുടെ പറയുമ്പോൾ 100 കിലോ എന്ന് പറയുമ്പോൾ 100 കിലോഗ്രാം സിമ്പിളാണ്, ഒരു വലിയ ബാഗിനകത്തായിരിക്കും അത് വരുന്നത്. അപ്പം അത് ഒരു അപ്പർ ക്വാണ്ടിറ്റി ആണ്, നിങ്ങൾക്ക് ഇത് അറിയാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ, പക്ഷെ നമ്മൾ ഇതിനെ വിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബാഗായിട്ട് വിൽക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിലോഗ്രാമിലും വിൽക്കാം. അപ്പൊ ഇൻവോയ്സ്, ഓരോ ടൈപ്പും ഇൻവോയ്സ് വരുമ്പോഴത്തേക്കും സെയിം സാധനം തന്നെ പല രീതിയിൽ വരും. അപ്പൊ അതിനെ യൂണീക്കായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇൻവോയ്സിലെ പർച്ചേസ് റേറ്റ് ഈസ് ഫോർ ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് സെയിൽ.
ഇവിടെ നമ്മുടെ കിലോഗ്രാം ആണ് ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് സെയിൽ. നമ്മൾ കിലോഗ്രാം അനുസരിച്ചിട്ടായിരിക്കും വിൽക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണോ ഇൻവോയ്സിൽ പർച്ചേസ് റേറ്റ് പറഞ്ഞേക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. യെസ് ആണെങ്കിൽ UQCയുടെ ആവശ്യം നമുക്കില്ല, അതായത് അതിനൊരു അപ്പർ ക്വാണ്ടിറ്റി ഇല്ല. ഈ നമ്മൾ പറയുന്നത് ഇതിന് തന്നെയാണ് പറയുന്നത്, അതായത് ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് സെയിലിന് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കിലോഗ്രാം മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇഫ് പർച്ചേസ് റേറ്റ് ഈസ് ഫോർ ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് സെയിൽ, നോ ആണെങ്കിൽ നമ്മൾ UQC ഉണ്ട്, കിലോഗ്രാമും ഉണ്ട്. അപ്പൊ UQCക്കാണ് പർച്ചേസ് റേറ്റ് ഇവിടെ പറയുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി എടുക്കണം, മെഷർ ഇൻ പാക്കേജ്. ഇപ്പൊ ഒരു ബാഗിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 20 കിലോഗ്രാം ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുത്ത പർച്ചേസ് റേറ്റിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ യൂണിറ്റ് പർച്ചേസ് റേറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ആയി വരും. സെയിം ലോജിക്ക് തന്നെയാണ് MRPക്കും ബാധകം. 1000 കൊടുത്ത MRPയെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് യൂണിറ്റ് MRP ഇവിടെ കാണിക്കും. ഈ വീറ്റ് ബ്രാൻഡിന്റെ പേര് ഇങ്ങനെയായി. അതിന്റെ യൂണിറ്റ് പർച്ചേസ് റേറ്റും യൂണിറ്റ് MRPയും വെച്ചിട്ട് അതിന് നമ്മളൊരു പേര് കിട്ടും. അപ്പൊ ഇത് നമ്മുടെ ഇൻവെന്ററി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് രീതിയാണ്. പല ആപ്ലിക്കേഷൻ നമ്മൾ ടാലി ഒക്കെ നോക്കുമ്പോൾ അതിനകത്തും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. UQC എന്നും സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പല ERP ആപ്ലിക്കേഷൻസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിഷ്യലി നിങ്ങളിപ്പം സാധാരണ ചെയ്യുന്നതിന് കുറച്ച് വ്യത്യസ്തമാണ്. അത് യൂസ്ഡ് ആയിക്കോളും. നമ്മൾ വൺസ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെന്ററിയുടെ സ്റ്റോക്ക് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഒന്നുകൂടെ പറയാം. ഇൻവെന്ററി കാറ്റഗറി കാറ്റിൽ ഫീഡ് അത് സെലക്ട് ചെയ്യുന്നു, പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു, HSN കോഡ് കൊടുക്കുന്നു, പർച്ചേസ് റേറ്റ് ആസ് പെർ ഇൻവോയ്സ് കൊടുക്കുന്നു, MRP ആസ് പെർ ഇൻവോയ്സ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പർച്ചേസ് റേറ്റ് ഈസ് ഫോർ ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് സെയിൽ. അങ്ങനെ ആവാം, യെസ് ആവാം, നോ ആവാം. നോ ആണെങ്കിൽ നമ്മൾ UQCയും പറയുന്നു, സിമ്പിളും പറയുന്നു. യുണീക്ക് ക്വാണ്ടിറ്റി കോഡ് എന്നാണ് UQCയുടെ ഫുൾ ഫോം. UQC പറയുന്നു, അതായത് ഇതിന്റെ ഹയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബാഗാണ്. ആ ബാഗിനകത്ത് കിലോഗ്രാമിലായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാഗിൽ 20 കിലോഗ്രാം സാധനമുണ്ട്. അതാണ് മെഷർ ഇൻ പാക്കേജ്. അപ്പൊ യൂണിറ്റ് പർച്ചേസ് റേറ്റ് കാണാൻ വേണ്ടി ടോട്ടൽ പർച്ചേസ് റേറ്റിനെ മെഷർ ഇൻ പാക്കേജ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. സെയിം വിത്ത് MRP ഓൾസോ. MRPയുടെ ടോട്ടൽ MRP, അതായത് ഒരു ബാഗിന്റെ MRP ആണ് 1000. അതിനെ 20 കൊണ്ട് മെഷർ ഇൻ പാക്കേജ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് യൂണിറ്റ് MRP കിട്ടി. ഐറ്റത്തിന് ഒരു പുതിയ പേരായി. അപ്പം നമ്മൾ 28.45 rupees പർച്ചേസ് റേറ്റ് ഉള്ള 50 രൂപ MRP ഉള്ള വീറ്റ് ബ്രാൻഡ് എന്നത് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ ആയിട്ട് നമ്മൾ അതിനൊരു ഐറ്റം നെയിം കൊടുത്തു. ഇതിന് ഐറ്റം നെയിം എന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നത് ഈ ഐറ്റം നെയിമിന്റെ ബേസിലായിരിക്കും. അതായത് നമ്മളിപ്പം സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഭാഗമായിട്ട് ഇൻവെന്ററിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നതും ഈ ഐറ്റം നെയിമിന്റെ ബേസിലായിരിക്കും. അപ്പൊ 2 വീറ്റ് ബ്രാൻഡ് ഉണ്ടെങ്കിൽ, അതായത് പർച്ചേസ് റേറ്റ് MRP വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വീറ്റ് ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ സെപ്പറേറ്റ് തന്നെ എടുക്കണം. എന്നാലേ നമുക്ക് അതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സെയിൽസ് റേറ്റ് ഇവിടെ നിർബന്ധമില്ല. സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് നിർബന്ധമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇത് സാധനം വിൽക്കണമെങ്കിൽ നമുക്ക് സെയിൽ റേറ്റ് വേണം. എന്നാലും സെയിൽ റേറ്റ് എൻട്രി ചെയ്യണം. സെയിൽ റേറ്റ് ഇപ്പം ഇതിന് എപ്പോഴും സെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ പർച്ചേസ് റേറ്റിന് MRPക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. സെയിൽ റേറ്റ് നമുക്ക് എൻട്രി ചെയ്യാം. അപ്പൊ അതിന്റെ യൂണിറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ആയി വന്നു. ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സിന്റെ പെർസെന്റേജും കൂടെ എൻട്രി ചെയ്ത് പോകുക. CGST SGST പെർസെന്റേജും കൂടെ എൻട്രി ചെയ്ത് പോകുക. അപ്പൊ ഇങ്ങനെ ഒരു ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ആയി. നമ്മൾ സ്റ്റോക്ക് എൻട്രി ചെയ്യുമ്പോൾ ഐറ്റത്തിന് അഗേൻസ്റ്റ് ആയിരിക്കും സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നത്. കാറ്റിൽ ഫീഡ്, പ്രോഡക്റ്റ്, ഐറ്റം. അപ്പൊ അതിന് അഗേൻസ്റ്റ് ആയിരിക്കും നമ്മൾ സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നത്. എപ്പോഴും ഐറ്റത്തിന് അഗേൻസ്റ്റ് ആയിരിക്കും. ഐറ്റം എന്ന് പറയുമ്പോൾ പർച്ചേസ് റേറ്റും ഇതുള്ള സാധനമാണ്. അപ്പൊ അതിനായിരിക്കും നമ്മൾ സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബേസിക് ഡേറ്റ എൻട്രി വർക്ക് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഷോർട്ടായിട്ട് പറയാം.
profile, bank, asset purchase, asset sales, land, building, cash in hand, deposit, cash at bank, ഷെയർ, ഇൻവെന്ററി. ഇടയിൽ കിടക്കുന്ന സാധനങ്ങൾ ഹൈഡ് ചെയ്തേക്കാം. ഷെയർ, ഇൻവെന്ററി, ഇത്രയും കാര്യങ്ങൾ ഒരു സൊസൈറ്റി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബേസിക് ഡേറ്റ എൻട്രി കഴിഞ്ഞു. സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഡേറ്റ എൻട്രി കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന ടാബ് എടുക്കുക. ഇപ്പം ഇവിടെ നമുക്ക് ആ സമ്മറി കാണാം. കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് 2022-23 നമ്മുടെ സ്റ്റോക്ക് ഡേറ്റ ഇവിടെ കാണാം. ആരാണ് നമ്മുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്തതെന്ന് നമുക്ക് കാണാം. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ജി മേരി സുധ, ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റ്. SU സ്റ്റാൻഡ് സ്റ്റോക്ക് റിപ്പോർട്ട് നമുക്ക് ഇവിടെ കാണാം. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. വൺസ് നമ്മൾ 2022-23 കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ജനറേറ്റ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ തരും. അപ്പൊ അത് വായിക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത്രയും കാര്യം പ്ലീസ് മേക്ക് ഷുവർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ അപ്ലോഡഡ് ബിഫോർ പ്രൊസീഡിങ്. അപ്പൊ നമുക്കിതിനെ ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമേ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓൾറെഡി എൻട്രി ചെയ്ത ഡേറ്റ ഉണ്ടാവാം, പുതിയത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതൊന്നും നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സൊസൈറ്റി ഷുഡ് ബി അവെയർ, ഇത്രയും കാര്യങ്ങൾ എൻട്രി ചെയ്തിട്ട് മാത്രമേ പ്രൊസീഡ് ചെയ്യാവൂ. അതിനു വേണ്ടിയാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. ഇത് നമ്മള് കഴിഞ്ഞ വർഷം കണ്ട ഫോം തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ഡേറ്റ എൻട്രി ഒന്നുമില്ല. ഇതൊരു സമ്മറി ആയിട്ട് വന്നേക്കാണ്. ഡിസ്ട്രിക്ട് തിരുവനന്തപുരം, ഉച്ചക്കട മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ, ഉച്ചക്കട മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ, ആപ്കോസ് ആണ്. ഡിസ്ട്രിക്ട് ദേശു, ക്യാഷ് ബാലൻസ് അസോൺ 31-3, ഇത് പഴയതാണ് 23. ആ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നു. ഇപ്പൊ നമ്മൾ എൻട്രി ചെയ്യാം 31-3-2023 കാണുന്നു. സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് അപ്പിയർ ചെയ്യുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണാം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട അതേ സ്ക്രീനാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആദ്യം നമുക്ക് പർട്ടിക്കുലേഴ്സ് കിട്ടും. ഈ ഓർഡറിൽ തന്നെ ആയിരിക്കും. ലാൻഡ്, ബിൽഡിംഗ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽഡിംഗ് ഫണ്ട്, PF, റിസർവ് ഫണ്ട്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഇതൊക്കെ ഇതാണ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ്. റിസർവ് ഫണ്ട്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഷെയർ, ഓരോ അസറ്റ്സ് ആണ്. ഓരോ അസറ്റ്സിന്റെ ഇതാണ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്, ഫർണിച്ചർ ഫിറ്റിംഗ്, മെഷറിംഗ് വെസൽ, ഇതെല്ലാം ഓരോ അസറ്റ്സ് ആണ്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തെ നമുക്ക് ക്യാരി ഓവർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ തിരുത്തിയേക്കണം. അതായത് അസറ്റ് നമ്മൾ കഴിഞ്ഞ വർഷം ഡേറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്, അതിനെ ഇനി റീ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ഇൻവെന്ററി ഒക്കെ വരുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം നമ്മൾ എടുക്കുന്നില്ല. ഇൻവെന്ററിയും ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക് ഒന്നും നമ്മൾ കഴിഞ്ഞ വർഷത്തെ എടുക്കുന്നില്ല. കാറ്റൽ ഫീഡ്, മിനറൽ മിക്സ്ചർ ഒക്കെ നമ്മൾ ഇപ്പൊ തന്നെ എൻട്രി ചെയ്ത് കൊടുക്കണം. പക്ഷേ അസറ്റ്സ് നമ്മൾ കഴിഞ്ഞ വർഷത്തത് ക്യാരി ഓവർ ചെയ്ത് വരും. അപ്പൊ അത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്തിട്ട് ഡേറ്റ എൻട്രി ചെയ്തിട്ട് ഇവിടെ എടുത്ത് നോക്കുക. ഇതുപോലെ തന്നെ ആയിരിക്കും സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ജനറേറ്റ് ആയി വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയിട്ട് നമ്മുടെ ഫോംസിലോട്ട് തിരിച്ചു പോയി എഡിറ്റ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ നോക്കുക. സ്റ്റോക്ക് ബുക്ക് പേജ് നമ്പർ, ബുക്ക് സ്റ്റോക്ക് ക്വാണ്ടിറ്റി വാല്യൂ, ഡാമേജ്ഡ് സ്റ്റോക്ക് ക്വാണ്ടിറ്റി വാല്യൂ, സ്റ്റോക്ക് എൻട്രി വെരിഫൈഡ്, എല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ, അതായത് സൊസൈറ്റിയുടെ ഒരു സെൽഫ് ചെക്കിംഗ് ആണ്. കാരണം നമ്മൾ പല ഫോമിലും പോയി ഡേറ്റ എൻട്രി ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു സമ്മറി നമുക്ക് ഇവിടെ അവൈലബിൾ ആയി. എല്ലാം ചേർത്തൊരു സമ്മറി ഒരു പ്രത്യേക ഓർഡറിൽ തന്നെയാണ് അവൈലബിൾ ആയി. അപ്പൊ അതെല്ലാം ഓക്കെ ആണെങ്കിൽ സ്റ്റോക്ക് എൻട്രി വെരിഫൈഡ്. Final stock statement will be generated. Further stock data editing is not possible. നമുക്ക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് പഴയ ഫോർമാറ്റ് ഓർമ്മയുണ്ട്. സൊസൈറ്റി ഡീറ്റെയിൽസ് മുകളിൽ വരും.
ക്യാഷ് ബാലൻസ് ഡീറ്റെയിൽസ് അവിടെ കിട്ടും. എല്ലാത്തിന്റെ സമ്മറി നമുക്ക് ഇവിടെ അവൈലബിൾ ആവും. ബാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, പ്ലേസ് ആൻഡ് ഡേറ്റ്, അപ്പൊ ഇതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്ത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇവിടെ സൈൻഡ് PDF നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഡൗൺലോഡ് ഈ സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടിട്ട് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, സിഗ്നേച്ചറും സീലും ചെയ്യുക. ഈ ഡീറ്റെയിൽസ്, നെയിം ഓഫ് ബോർഡ് ഡയറക്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഫില്ല് ചെയ്യുക, സൈൻ ചെയ്യുക, സീൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫോർവേഡ് എന്നൊരു ബട്ടൺ വരും. ഫോർവേഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ SVO എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിലും ആവാം. DFA ആവാം, DEO ആവാം, DD ആവാം, QCO ആവാം. അപ്പോൾ അതുകൊണ്ട് കറസ്പോണ്ടിങ് ഓഫീസ് സെലക്ട് ചെയ്യുക. ദേശീയ ആണോ, DD ഓഫീസ് ആണോ, ക്വാളിറ്റി കൺട്രോൾ ഓഫീസ് ആണോ സെലക്ട് ചെയ്യുക. ഇപ്പം അതിയന്നൂർ ദേശൂലെ ഉഷ C ഡയറി ഫാം ഇൻസ്ട്രക്ടറാണ് നമ്മുടെ SVO എങ്കിൽ അങ്ങോട്ട് അയക്കുക. ബാക്കി എല്ലാ ഓപ്ഷൻസും എല്ലാ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ നമുക്ക് PDF ഉഷ C ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റ്. പക്ഷേ ഇവിടെ 2022, 23, 24 വ്യത്യാസം. ഇവിടെ സൈൻഡ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ അതില്ല. വൺസ് SVO എല്ലാ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ഡൗൺലോഡ് പ്രൊവിഷൻ അവൈലബിൾ ആവും സൊസൈറ്റിക്ക്. അപ്പൊ ഇത്രയാണ് സൊസൈറ്റിയുടെ ഫംഗ്ഷനാലിറ്റി. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഉഷ C DFAക്ക്, അതിയന്നൂർ DFAക്ക് നമ്മളത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്തായിരിക്കും DFA SVO ചെയ്യേണ്ടത്, സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഓഫീസർ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാം. സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഓഫീസർ ലോഗിൻ ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ട് അവിടെ അവൈലബിൾ ആവും. സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന ടാബ് ഉണ്ട് DFAക്ക്, എല്ലാവർക്കും ഉണ്ട്. DEOക്കും ഉണ്ട്, DDക്കും ഉണ്ട്, QCOക്കും ഉണ്ട്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത്. സെക്കൻഡ് പേജ് നോക്കുമ്പോൾ ഉച്ചക്കടയാണ് ഇപ്പൊ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തത്. ഉച്ചക്കടയുടെ മാത്രം നമുക്ക് ബാക്ക് ടു സൊസൈറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ ബാക്ക് ടു സൊസൈറ്റി അണ്ടസ് ഇത് വെരിഫൈ ചെയ്യുന്നവരെ ബാക്ക് ടു സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇപ്പൊ സൊസൈറ്റി എഡിറ്റ് ചെയ്ത് ചേഞ്ചസ് വരുത്തിയിട്ട് തിരിച്ചു തരും. വ്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഡീറ്റെയിൽസ് വന്നു. സൊസൈറ്റിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. ഡേറ്റ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ, ക്യാഷ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അങ്ങനത്തെ ഡീറ്റെയിൽസ് താനെ, അതായത് നമ്മൾ ആ ക്യാഷ് ബാലൻസിന്റെ ഡീറ്റെയിൽസ് അവിടെ എൻറ്റർ ചെയ്ത പ്രകാരമായിരിക്കും വരുന്നത്. അതെല്ലാം ഇവിടെ കിട്ടി. ഇത് ക്യാഷ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അതായത് സൊസൈറ്റി കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് പ്രകാരമുള്ള ക്യാഷ് ബാലൻസ് ആണ്. അപ്പൊ ഇതിവിടെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ബാലൻസ്, അതായത് SVO ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 33 ഉണ്ടെന്ന് പറഞ്ഞു, 32 ഉള്ളൂ. ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും.
നമ്മുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് സൊസൈറ്റിക്ക് ജനറേറ്റ് ചെയ്തപ്പോൾ കണ്ട ആ ഫോർമാറ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇതുവരെ കാണുന്നു. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ റൈറ്റ് സൈഡിലോട്ട് കാണുന്നത് SBOക്ക് ചേഞ്ചസ് ചെയ്യാം. അതായത് ക്വാണ്ടിറ്റി BMC ടാങ്ക് ഒന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ വാല്യൂ ഇത്രയാന്ന് പറഞ്ഞു. പക്ഷെ വെരിഫിക്കേഷൻ ഫിസിക്കൽ വെരിഫിക്കേഷന് മനസ്സിലായി 3 ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ചേഞ്ച് വരുത്താം, ചേഞ്ചസ് വരുത്താം. അപ്പം വാല്യൂം ചേഞ്ച് ചെയ്യാം. SBOക്ക് ചേഞ്ച് വരുത്താനുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. SBOക്ക് ഏത് റെക്കോർഡ് വേണമെങ്കിലും BMC യൂണിറ്റ് എല്ലാം ഉണ്ട്, എല്ലാം ഇവിടെ പോപ്പുലേറ്റ് ആയി വരുന്നുണ്ട്. നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള എല്ലാ ഡേറ്റയും ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, കാറ്റിൽ ഫീഡ് എല്ലാ ഡേറ്റയും പോപ്പുലേറ്റ് ആയി വരുന്നുണ്ട്. അതിൽ ഏതിൽ വേണമെങ്കിൽ SBOക്ക് റൈറ്റ് സൈഡിൽ ചേഞ്ച് വരുത്താനുള്ള പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ഷെയർ, ടെസ്റ്റിംഗ്, ഇത് എല്ലാം ഇതായിരിക്കും. അസറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വന്നിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ, ഇതെല്ലാം SBO വെരിഫൈ ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ റിമാർക്സ് എന്തെങ്കിലും വേണമെങ്കിൽ എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എല്ലാ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. വൺസ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ബാക്ക് ടു സൊസൈറ്റി എന്ന ഓപ്ഷൻ പിന്നെ നമുക്ക് അവൈലബിൾ ആവത്തില്ല. സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ സീലൊക്കെ സീലും സൈൻ ആൻഡ് സീലിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം മാനുവൽ സൈനും ഓപ്ഷൻ ഉണ്ട്. ഇപ്പം DSC ഇല്ലാത്തതാണെങ്കിൽ നോ DSC എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ സൈൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സൈൻ റിപ്പോർട്ട്, DSC ഉണ്ടെങ്കിൽ സൈൻ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. DSC ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സൈൻ റിപ്പോർട്ട് DSC വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് സൈൻ റിപ്പോർട്ട് കൊടുത്താൽ ഇവിടെ ഡിജിറ്റലി സൈൻഡ് ആവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് SBOയുടെ സൈൻഡ് റിപ്പോർട്ട് ജനറേറ്റ് ആവും. അപ്പൊ SBO ചെയ്യേണ്ട ജോലി ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. SBO ക്യാഷ് ഇൻ ഹാൻഡ് വെരിഫൈ ചെയ്യുക. അതായത് രജിസ്റ്ററിലുള്ളതും സൊസൈറ്റി എൻട്രി ചെയ്ത ഡീറ്റെയിലും ആക്ച്വൽ ക്യാഷ് ഇൻ ഹാൻഡ് വെരിഫൈ ചെയ്യുക, അത് രേഖപ്പെടുത്തുക. അത് ഫിനാൻഷ്യൽ ഇയർ എൻഡിന്റെ ആ ഡേറ്റിലായിരിക്കും നമ്മൾ രേഖപ്പെടുത്തുന്നത്. അത് രേഖപ്പെടുത്തുക. അതിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് സിസ്റ്റത്തിൽ റെക്കോർഡ് ആവും. ബാക്കി ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ അസറ്റ് ഡീറ്റെയിൽസ്, ലാൻഡ്, ബിൽഡിംഗ്, ഇൻവെന്ററി, ഡെപ്പോസിറ്റ്സ്, ക്യാഷ് ഇൻ ബാങ്ക്, ഷെയർ തുടങ്ങിയ ഡീറ്റെയിൽസ് റിപ്പോർട്ടായിട്ട് SBOക്ക് ജനറേറ്റ് ആയി വരും. സൊസൈറ്റി എൻട്രി ചെയ്ത ഡീറ്റെയിൽസ് ജനറേറ്റ് ആയി വരും. അത് കഴിഞ്ഞിട്ട് സൊസൈറ്റിയുടെ ഡീറ്റെയിലിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ SBO എന്തെങ്കിലും ചേഞ്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ SBOക്ക് ഉണ്ട്. എത്രയാണ് ചേഞ്ച്, അതായത് സ്റ്റോക്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലോ എമൗണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലോ ആ ഡീറ്റെയിൽസ് SBOക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. വൺസ് വെരിഫിക്കേഷൻ ഈസ് കംപ്ലീറ്റഡ്, SBOക്ക് എന്തെങ്കിലും അഡീഷണൽ റിമാർക്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം. സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാം. സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് സ്റ്റേറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ആയി വരികയും ആ റിപ്പോർട്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് സിഗ്നേച്ചർ ആൻഡ് സീല് കൊടുക്കാം. അതായത് DSC ഇല്ലെങ്കിൽ നോൺ DSC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സിഗ്നേച്ചർ ചെയ്ത് സീൽ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ DSC വഴി ഓൺലൈൻ സിഗ്നേച്ചറും ഇടാം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ SBOയുടെ സൈൻഡ് റിപ്പോർട്ട് ജനറേറ്റ് ആവുകയും സൊസൈറ്റിക്ക് അത് അവൈലബിൾ ആവുകയും ചെയ്യും. ഞാൻ സൊസൈറ്റിയുടെ ലോഗിൻ കാണിക്കാം.
സൊസൈറ്റിയുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന മെനു എടുക്കുമ്പോൾ റിപ്പോർട്ട് അവൈലബിൾ ആവുകയും ചെയ്യും. ഇത് നമ്മൾ ഡിജിറ്റലി സൈൻ ചെയ്തില്ല. ഡിജിറ്റലി സൈൻ ചെയ്താൽ അല്ലെങ്കിൽ സൈൻഡ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്താൽ ഇവിടെ ഡൗൺലോഡ് എന്ന പ്രൊവിഷൻ വരും. പക്ഷെ സ്റ്റോക്ക് എൻട്രി കംപ്ലീറ്റഡ് ആണ്. കംപ്ലീറ്റഡ് ആയതുകൊണ്ട് വെരിഫിക്കേഷൻ റിപ്പോർട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എനേബിൾ ആയി വന്നു. ഇത്രയാണ് നമ്മൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് കൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല.